ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഉസ്താദ് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉസ്താദ് ഹോട്ടലിലേക്ക് പോകാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് കുറേ. അപ്പം ഒന്ന് പോയി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഉസ്താദ് ഹോട്ടലിലെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോലിംഗിലല്ലൂർ കാരപ്പാക്കം എന്ന് പറയുന്ന ലൊക്കേഷനാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൊളീഗുമായ അർജുനും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട് അർജുൻ. അപ്പോൾ അർജുന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ചാനലിന്റെ പേര് ചാനലിന്റെ പേര്. നിറയെ കണ്ടന്റ് വീഡിയോസും നല്ല നല്ല വീഡിയോസും ഒക്കെ ആ ചാനലിലുണ്ട്. അപ്പൊ ഞങ്ങൾ അർജുനെയും എല്ലാരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പൊ അതിൽ കയറിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല പീക്ക് അവറിലായിരുന്നു ഉസ്താദ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ടേബിൾ പോലും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഉസ്താദ് ഹോട്ടലിലെ മെയിനായിട്ടുള്ളൊരു ചേട്ടൻ ഇവിടെ കൗണ്ടറിലുണ്ട്. നേരെ പോയി ചേട്ടനോട് നിന്ന് സംസാരിക്കാം. ഹായ് ചേട്ടാ, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സനു. സനു, എത്ര നാളായി ഇവിടെ? ഒരു 7 വർഷം. 7 വർഷം. ഇത് 7 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ അതോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്നതാണോ? അല്ലല്ല, നമ്മൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ചേട്ടൻ നാട്ടിലെവിടെയാ? ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ പ്ലാൻ ചെയ്തത്? ഇതേ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്തത്? ഓക്കെ, നമ്മൾ കുറേ നാളുകളായിട്ട് ഈ ഫീൽഡ് തന്നെയാണ്. നമ്മൾ വേറെ റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങിയിരുന്നു. കുക്കിങ്ങായിട്ട് തന്നെ അടയാറ് റെസ്റ്റോറൻറ്റിലൊക്കെ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്നത്. ഒരു IT ക്രൗഡും. അതെ തന്നെ, സ്പോട്ട് കറക്റ്റ് ഒരു സ്പോട്ട് തന്നെയാണ് ചൂസ് ചെയ്യുക. കാരണം തൊട്ടടുത്ത് ചെറിയ IT കമ്പനീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇതിപ്പോ ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷെ ആദ്യ സമയത്തൊക്കെ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യ സമയത്ത് നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് ഡൗൺ ആയിട്ടില്ല. നമുക്ക് ആൾക്കാരെപ്പോഴും കൂടുതലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഒരു പബ്ലിസിറ്റിയും എല്ലാമായിട്ട് ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് ഓൺലൈനിലാണ് ഫുഡ് വാങ്ങി കഴിച്ചത്. അപ്പോൾ ഇത് ബിരിയാണി ഭയങ്കര അഡിക്റ്റാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫുഡ് സൂപ്പറാണ്. അതുപോലെ തന്നെ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഇത്രയും നല്ല ഫുഡ് സെർവ് ചെയ്യുന്ന മലയാളി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഉസ്താദ് ഹോട്ടൽ. അപ്പോൾ വളരെ സന്തോഷം. ചേട്ടനത് കേട്ടിട്ട് റേറ്റ് കൂട്ടും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മള് മാക്സിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ IT ജോലി ചെയ്യുന്ന ആൾക്കാർ അവരൊരു മിനിമം ഒരു 40,000 അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ശമ്പളം മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് 2 നേരം കഴിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, ബിരിയാണിക്ക് ശരിക്കും നല്ല റേറ്റ് ആണ് പുറത്ത്. മലയാളി അപ്പോൾ മലയാളി ഹോട്ടൽ എന്ന് പറയുമ്പോൾ കേരള സ്റ്റൈല് ബിരിയാണി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പൊറോട്ട, ബീഫ് റോസ്റ്റ്, കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി, നോൺ വെജ് മീൽസ് ആണ്. നോൺ വെജ് മീൽസിനകത്ത് ചിക്കൻ, ബീഫ്, ഫിഷ് കറി ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ സാമ്പാർ, രസം, പായസം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഒരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ. നെക്സ്റ്റ് ഐറ്റം ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ഒക്കെയാണ് ഉള്ളത്. കൂടാണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 150 രൂപീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. നല്ല ക്വാണ്ടിറ്റിയോട് കൂടി നല്ല ടേസ്റ്റോട് കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവാൻ്റെ പാട്ടും കേട്ട് കഴിക്കുന്ന ഈ മീൽസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, സ്വർഗം മാമ സ്വർഗം. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. നിന്റെ തിരുമിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. അപ്പൊ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് ഞങ്ങൾ അടുത്ത ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളൊരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ് മൂവി, എവിടെയാണ് ഞങ്ങൾ കാണാൻ പോകുന്നതൊക്കെ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ഉസ്താദ് ഹോട്ടലിൽ ഫുഡിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ബിരിയാണി വേറെ ലെവൽ പറയാൻ തന്നെ. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ തന്നെ അത്ര നല്ല ടേസ്റ്റോട് തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്.
പിന്നെ ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഫുഡാണ്. കേരളത്തിന്റെ എന്താ പറയാ, നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും നല്ല അടിപൊളി കേരള സ്റ്റൈൽ ഫുഡ് ശരിക്കും ഉസ്താദ് ഹോട്ടലിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പൊ ഇനി നമുക്ക് വഴിയെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഉസ്താദ് ഹോട്ടലിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ തുറയപ്പക്കത്ത് BSR മോളിലേക്കാണ് വന്നത്. ഞങ്ങൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർ മൂവിയാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു ഈവനിങ് പോലെയായിരുന്നു ഷോ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം കണ്ടതിന് ശേഷം ബാക്കി റിവ്യൂ പറയാം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഔട്ടിങ്ങും അതുപോലെ ഫുഡ് കഴിക്കലും കറക്കും ഒക്കെ കഴിഞ്ഞു. അപ്പം മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ടൈപ്പ് ഓഫ് മൂവിയാണ്. ഒരു ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ അർജുന വീഡിയോ എടുത്തിട്ടുണ്ട്. അർജുൻ്റെ ചാനൽ ഉടനെ അത് വരുന്നതായിരിക്കും. മേബി കുറച്ച് ഞാൻ ഇതിന് ശേഷം അല്ലെങ്കിൽ അർജുനയുടെ ശേഷം ഞാൻ എടുത്തത്. എന്തായാലും ചാനലിൻ്റെ പേര് മറക്കണ്ട, ട്രാവൽ ഈറ്റ് വിത്ത് അർജു എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ എന്തായാലും ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. ഇത് തന്നെ 4ാമത്തെ ടേക്കാണ് കേട്ടോ. എന്നിട്ടും ആൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു ദിവ. അപ്പോ വേറെ ഒന്നുമില്ല, ഇനി നേരെ വീട്ടിലേക്ക് പോകുക തന്നെയാണ്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂടെ ഒരു ബെല്ലൈക്കൺ തരും.